ഗുഡ് ഈവനിങ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് വരെയാണ് പറഞ്ഞെടുത്തത്. അപ്പോൾ നമുക്ക് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ എന്താ ഡെൽറ്റ എക്സ്, ചേഞ്ച് ഇൻ വൈ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ എന്താ എക്സ് ആണ്. അപ്പോൾ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്. നമുക്കൊരു ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ഗുഡ് നമ്മൾ എന്തോരം യൂണിറ്റ്സ് സാക്രിഫൈസ് ചെയ്യുന്നോ അതിനെയാണ് എന്തെന്ന് പറയുന്നത് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രൊഡക്ഷൻ പോസിബിലിറ്റി തന്നിട്ടുണ്ട്. ഏതൊക്കെയാ? എ ബി സി ഡി ഇ തന്നിട്ടുണ്ട് പ്രൊഡക്ഷൻ പോസിബിലിറ്റി. അതിൽ റൈസ് നമുക്ക് ഇത്ര യൂണിറ്റ്സ് തന്നിട്ടുണ്ട്, വീറ്റ് എന്ത് ചെയ്തിട്ടുണ്ട് ഇത്രയും യൂണിറ്റ്സ് തന്നിട്ടുണ്ട്. റൈസ് ഇവിടെ തന്നിരിക്കുന്നത് 10, 9, 7, 4, 0. വീറ്റ് തന്നിരിക്കുന്നത് 0, 1, 2, 3, 4 അത്രയും തന്നിട്ടുണ്ട്. നമുക്ക് ഫൈൻഡ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ നമ്മൾക്ക് ഇവിടെ ഫൈൻഡ് ചെയ്യേണ്ടത് ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ 1.3 ആണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ ടെക്സ്റ്റ് ബുക്കിലെ 1.3 ഡ്രോ ദ MOC കർവ് ആൻഡ് എന്താ ചെയ്യേണ്ടത്? ഫൈൻഡ് ദി MOC ഓഫ് വീറ്റ്. എന്താണ്? മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് വീറ്റ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് വീറ്റ് ഫൈൻഡ് ചെയ്യണമെങ്കിൽ ഇക്വേഷൻ ഡെൽറ്റ വൈ ബൈ എന്താ ഡെൽറ്റ എക്സ് ആണ്. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് വീറ്റ് ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്. അപ്പോൾ എനിക്കിവിടെ റൈസ് ആദ്യം 10 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ എനിക്ക് വീറ്റ് ഒന്നും എന്ത് ചെയ്തില്ല, ഒരു 0 യൂണിറ്റ്സ് പോലും എനിക്ക് എന്ത് ചെയ്യില്ല, 0 യൂണിറ്റ്സേ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയും എന്നുവെച്ചാൽ ഒന്നും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയില്ല, അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ 9 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ വീറ്റ് എത്ര പ്രൊഡ്യൂസ് ചെയ്തു? നമ്മൾ 1 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. 7 യൂണിറ്റ്സ് റൈസ് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ വീറ്റ് എത്ര പ്രൊഡ്യൂസ് ചെയ്തുള്ളൂ? നമ്മൾ 2 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഇതിന്റെ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് വീറ്റ് എന്ന് വെച്ചാൽ എന്തോരം നമ്മൾ സാക്രിഫൈസ് ചെയ്തു, എത്ര യൂണിറ്റ്സ് സാക്രിഫൈസ് ചെയ്തു എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ റൈസിന്റെ y1 ആയിട്ട് എടുത്തു, ഞാൻ എന്തായിട്ട് എടുത്തു? y2 ആയിട്ട് എടുത്തു. വീറ്റിൽ ഞാൻ ഫസ്റ്റ് 0 x1 ഉം 1 എന്തായിട്ട് എടുത്തു? x2 ആയിട്ട് എടുത്തു. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ വരുന്നത് y1 minus y2 divided by x2 minus x1. എന്താണ്? y1 minus y2 divided by x1 minus x2 വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് വീറ്റ് is equal to delta y by delta x. ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താ? 10 minus 9 divided by 1 minus 0. അപ്പോൾ എൻ്റെ വീറ്റിന്റെ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എത്ര യൂണിറ്റ് ഞാൻ സാക്രിഫൈസ് ചെയ്തു? 1 യൂണിറ്റ്. എത്ര യൂണിറ്റ്? 1 യൂണിറ്റ്. ഇനി അടുത്തത് കണ്ടുപിടിക്കുമ്പോൾ എന്താ? 9 minus 7 divided by 2 minus 1. അപ്പോൾ അവിടെ 9 minus 7 എത്ര? 2. 2 minus 1 എത്ര? 1. അപ്പോൾ എത്ര യൂണിറ്റ്സ് ഞാൻ സാക്രിഫൈസ് ചെയ്തത്? 2 യൂണിറ്റ്സ്. ഇനിയും അതേപോലെ തന്നെ 7 minus 4 divided by 3 minus 2. എത്ര യൂണിറ്റ്സ് സാക്രിഫൈസ് ചെയ്തു? 3 യൂണിറ്റ്സ്. ലാസ്റ്റ് ഏതാ? 4 minus 0 divided by എന്താ? 4 minus 3. അപ്പോൾ എത്ര യൂണിറ്റ്സ് സാക്രിഫൈസ് ചെയ്തു? 4 യൂണിറ്റ്സ് സാക്രിഫൈസ് ചെയ്തു. ഇതാണ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. നമ്മൾ ഇങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുന്നത്. ഇത് എക്സാമിന് ചോദിക്കാറുള്ളതാണ്. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് വീറ്റ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടതെങ്കിൽ വീറ്റ് എന്തായിട്ട് എടുക്കണം? എക്സ് ആയിട്ടും റൈസ് എന്തായിട്ട് എടുക്കണം? വൈ ആയിട്ടും എടുക്കണം. ഇനി മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് റൈസ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടതെങ്കിൽ റൈസ് എന്തായിട്ട് എടുക്കണം? എക്സ് ആയിട്ടും വീറ്റ് എന്തായിട്ട് എടുക്കണം? വൈ ആയിട്ടും എടുക്കണം. ഓക്കെ, ഇനി ഇതാണ് ഇതിലുള്ളൂ. ഇനിയും നെക്സ്റ്റ് നമുക്ക് ഇതിൽ പഠിക്കാനുണ്ട്. എക്സാമിന് ചോദിക്കുന്ന ഒരു പോർഷനാണ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റും പ്രൊഡക്ഷൻ പോസിബിലിറ്റി കോസ്റ്റും കർവും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. എന്താണ്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഏതൊക്കെയാ? MOC ആൻഡ് PPC. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവും MOCയും തമ്മിലുള്ള റിലേഷൻ എന്തൊക്കെയാ? റിലേഷൻ ബിറ്റ്വീൻ MOC ആൻഡ് PPC. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റും PPCയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അതിൽ ഫസ്റ്റ് നമ്മൾ MOC എന്ത് ചെയ്യാം? ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ MOC ഇൻക്രീസിങ്, ഞാൻ ഇങ്ങനെ ഇട്ടോട്ടെ, ഇൻക്രീസിങ്ങിന് MOC ഇങ്ങനെയാണ്. ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ PPC കർവ് എങ്ങനെ വരും? PPC കർവ് നമ്മൾ 2 ഗുഡ്സ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഗുഡ് 1ഉം പിന്നെന്താ ഗുഡ് 2ഉമാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ PPC കർവ് ഇങ്ങനെ വരും, ഇങ്ങനെ വരും. PPC കർവ് ഇങ്ങനെ വരും, ഇങ്ങനെ വരും. അപ്പോൾ MOC എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ PPC കർവ് ഇങ്ങനെ വരും. ഈ ഷേപ്പിനെ പറയുന്ന പേരാണ് കോൺകേവ്. എന്തെന്നാ പറയുന്നത്? കോൺകേവ് ഷേപ്പ്. മനസ്സിലായോ? അകത്തേക്ക് എന്ത് ചെയ്തേക്കും? പുറത്താണ് ബൾജ് ചെയ്തേക്കുന്നത്, പുറത്തേക്കാണ് ബൾജ് ചെയ്തേക്കുന്നത്. ആ ഷേപ്പിന് പറയുന്ന പേരെന്താ? കോൺകേവ്. അപ്പോൾ MOCയും PPCയും റിലേഷൻഷിപ്പ് എഴുതാൻ ചോദിക്കും. MOC ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ PPC കർവ് എന്തായിരിക്കും? കോൺകേവ് ആയിരിക്കും. അതേസമയം MOC ഡിക്രീസ് ചെയ്യുകയാണെങ്കിലോ? ഡിക്രീസിങ് താഴേക്കാണ് ആരോ കൊടുക്കുന്നത്. MOC ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ
നമ്മളുടെ കർവ് എങ്ങനെയായിരിക്കും? MOCയുടെ വില യൂണിറ്റ് ഡിക്രീസ് ആണെങ്കിൽ കർവ് എങ്ങനെയായിരിക്കും? ഇങ്ങനെ ചന്ദ്രക്കല പോലെ ഇരിക്കും. മനസ്സിലായോ? എങ്ങനെയാ? കോൺവെക്സ് ആയിരിക്കും. ഷേപ്പ് എന്തായിരിക്കും? കോൺവെക്സ്. ഏത് ഷേപ്പാ? കോൺവെക്സ് ഷേപ്പ് ആയിരിക്കും. MOCയുടെ വാല്യൂ എന്താ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ഷേപ്പ് എന്തായിരിക്കും? കോൺവെക്സ് ആയിരിക്കും. മനസ്സിലായോ? ഇനി MOCയുടെ വാല്യൂന് ചേഞ്ചസ് ഒന്നുമില്ല, കോൺസ്റ്റന്റ് ആണെങ്കിൽ, എന്താണെങ്കിൽ കോൺസ്റ്റന്റ് ആണെങ്കിൽ വാല്യൂ എന്ത് ചെയ്തു? 1 2 3 ചേഞ്ച് ഒന്നുമില്ല. 2 യൂണിറ്റ്സ് ആയിട്ട് പോവുകയാണെന്ന് വെച്ചോ, ചേഞ്ച് ഒന്നുമില്ല. എത്ര സബ്ട്രാക്ട് ചെയ്തിട്ട് നമുക്ക് എത്ര കിട്ടിയുള്ളൂ? MOCയുടെ വാല്യൂ 2 കിട്ടിയെങ്കിൽ, കോൺസ്റ്റന്റ് ആയിട്ടാണ് പോകുന്നതെങ്കിൽ നമ്മുടെ ഷേപ്പ് എന്തായിരിക്കും? ലീനിയർ ആയിരിക്കും. എന്തായിരിക്കും? ഷേപ്പ് ഏതായിരിക്കും? ലീനിയർ. ഷേപ്പ് ഏതായിരിക്കും? ലീനിയർ. ഇത് ഇമ്പോർട്ടന്റ് ആണ്, മാർക്ക് ചെയ്തോളുക. അപ്പൊ എന്താ വന്നേക്കുന്നത്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ MOC ആൻഡ് PPC. PPC എന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവും മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ MOC യൂണിറ്റ് ഇൻക്രീസ് ചെയ്ത് വരികയാണെങ്കിൽ കർവ് എങ്ങനെയായിരിക്കും? കോൺകേവും. MOCയുടെ വാല്യൂ ഡിക്രീസ് ചെയ്ത് വരികയാണെങ്കിൽ കർവ് എങ്ങനെയായിരിക്കും? കോൺവെക്സ് ഷേപ്പും. MOCയുടെ വാല്യൂ കോൺസ്റ്റന്റ് ആണെങ്കിൽ കർവ് എങ്ങനെയായിരിക്കും? ലീനിയറുമായിരിക്കും. ഇതാണ് MOCയും PPCയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് സെൻട്രൽ എക്കണോമിക് പ്രോബ്ലംസ്. നമ്മൾ പറഞ്ഞില്ലേ എന്തൊക്കെയാണ് നമ്മുടെ സെൻട്രൽ എക്കണോമിക് പ്രോബ്ലംസ്? വാട്ട് ടു പ്രൊഡ്യൂസ്, whom ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, അല്ലെ? ഇത് നമ്മൾ എങ്ങനെ ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യും എന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗ്രാഫിക്കൽ ക്വസ്റ്റ്യൻ എന്താ? ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് സെൻട്രൽ എക്കണോമിക് പ്രോബ്ലംസ്. ചിലപ്പോൾ ഇങ്ങനെ ഒരു ഗ്രാഫ് തന്നിട്ട് അതിലെ പോയിന്റ്സ് മാർക്ക് ചെയ്യാനായിരിക്കും ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മുടെ കർവ് ഇത് ഏത് ഷേപ്പാ? കോൺകേവ് ഷേപ്പാണ്. ഇവിടെ ഗുഡ് 1ഉം ഇതെന്താ? ഗുഡ് 2ഉമായിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഷേപ്പ് ഏതാ? കോൺകേവ് ഷേപ്പാണ്. കോൺകേവ് ഷേപ്പിൽ നമുക്ക് ഇത് തന്നിട്ടുണ്ട്, ഇങ്ങനൊരു ഗ്രാഫ് തന്നിട്ട് ഇവിടെ കുറെ പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനൊരു പോയിന്റ്സ് തന്നിട്ടുണ്ടാവും, ഇവിടെ ഒരു പോയിന്റ്സ് തന്നിട്ടുണ്ടാവും, ഇവിടെ ഒരു പോയിന്റ്സ് തന്നിട്ടുണ്ടാവും. ഇത് നമ്മൾ എന്ത് ചെയ്യാനാ? മാർക്ക് ചെയ്യാനായിട്ടായിരിക്കും പറയുന്നത്. അപ്പൊ ഇവിടെ ഇങ്ങനെയാണ് എന്താ മാർക്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ ഞാൻ ഈ പോയിന്റിന് ഇൻഎഫിഷ്യന്റ് യൂസ് ഓഫ് റിസോഴ്സസ്. എന്താണ്? ഇൻഎഫിഷ്യന്റ് യൂസസ് ഓഫ് എന്താ? റിസോഴ്സസ്. അല്ലെങ്കിൽ ഇൻഎഫിഷ്യന്റ് അല്ലെങ്കിൽ അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഇതാണെങ്കിൽ ഫുൾ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഇനി പോയിന്റ് നമ്മൾ എന്താ? ഇതാണെങ്കിൽ, ഈ പോയിന്റ് ആണെങ്കിൽ growth of resources. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് ആയിരിക്കും തന്നേക്കുന്നത്. ഇതിൽ പോയിന്റ്സ് മാർക്ക് ചെയ്യാനായിരിക്കും ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ എന്താ? ഡ്രോ ദ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് എന്താ? സെൻട്രൽ എക്കണോമിക് പ്രോബ്ലംസ് ഗ്രാഫിക്കലി എന്ത് ചെയ്യാൻ? റെപ്രസെന്റ് ചെയ്യാനായിരിക്കും ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഗ്രാഫ് ആണെങ്കിൽ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഈ പോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ റിസോഴ്സസ് നമ്മൾ എന്ത് ചെയ്തില്ല? ആവശ്യത്തിന് ഉപയോഗിച്ചില്ല. എന്ത് ചെയ്തില്ല? നമ്മളുടെ കയ്യിലുണ്ടായിരുന്ന റിസോഴ്സസ് നമ്മൾ എന്ത് ചെയ്തില്ല? ആവശ്യത്തിന് യൂസ് ചെയ്തില്ല. അതാണ് ഇൻഎഫിഷ്യന്റ് അല്ലെങ്കിൽ അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് എന്താ? റിസോഴ്സസ്. അതാണ് നമ്മുടെ സെൻട്രൽ എക്കണോമിക് പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള കാരണം. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെയാണ് പോയിന്റ് എങ്കിൽ എന്ത് ചെയ്തു? നമ്മൾ റിസോഴ്സസ് എന്ത് ചെയ്തു? എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യുകയും ചെയ്തു. ഈ പോയിന്റിനെ പറയുന്നത് എന്താ? ഫുൾ യൂട്ടിലൈസേഷൻ അല്ലെങ്കിൽ എന്താ? എഫിഷ്യന്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഈ പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ഉണ്ടായിരുന്ന റിസോഴ്സസ് നമ്മൾ എന്ത് ചെയ്തു? ഫുള്ളായിട്ടും ഉപയോഗിച്ചു. പക്ഷെ എന്നിട്ടും എന്തുണ്ടായി? സെൻട്രൽ എക്കണോമിക് പ്രോബ്ലംസ് ഉണ്ടായി. പക്ഷേ ഇനി നമുക്ക് ഇവിടെ ആണെങ്കിലോ നമ്മുടെ റിസോഴ്സസ് എന്തുണ്ടായി? ഗ്രോത്ത് ഉണ്ടായി. ഇവിടെയാണ് പോയിന്റ് എങ്കിൽ, ഈ ഒരു പോയിന്റ് ഇവിടെയാണ് പോയിന്റ് എങ്കിൽ നമ്മുടെ ഗ്രോത്ത് എന്താ? റിസോഴ്സസ് എന്തുണ്ടായി? ഗ്രോത്ത് ഉണ്ടായി. മനസ്സിലായോ? ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇതിന് ഗ്രാഫ് തന്ന് എന്താ മാർക്ക് ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. അല്ലെങ്കിൽ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് എന്താ? യൂട്ടിലൈസ് എന്താ? ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ്
എന്താ സെൻട്രൽ എക്കണോമിക് പ്രോബ്ലംസ് എന്ത് ചെയ്യാം ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ ഇതാണെങ്കിൽ എന്താ ഇൻഎഫിഷ്യൻ്റ് ആയിട്ടാണ് നമ്മൾ റിസോഴ്സസ് യൂസ് ചെയ്തേക്കുന്നത്. ഇത് നമ്മളെന്താ ഫുള്ളായിട്ട് റിസോഴ്സസ് യൂസ് ചെയ്തു, എന്നിട്ട് പ്രോബ്ലംസ് ഉണ്ടായി. ഇതെന്താ റിസോഴ്സസിന് ഗ്രോത്ത് ഉണ്ടായി, എന്താ നമ്മുടെ ആവശ്യത്തിലധികം റിസോഴ്സസ് എന്ത് ചെയ്തു ഉപയോഗിച്ചു. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് പോർഷൻ ആണ് ഓർഗനൈസേഷൻ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ്. നമ്മൾ സെൻട്രലി പ്ലാൻഡ് എക്കണോമിക്ക് 3 ഓർഗനൈസേഷൻസ് ആണുള്ളത്. സെൻട്രലി പ്ലാൻഡ് എക്കണോമിക്സ് എന്താണ് 3 പ്രോബ്ലംസ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ എവറി എക്കണോമിക് ട്രൈസ് ടു സോൾവ് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ദ എക്കണോമി ഇൻ ഡിഫറെൻറ്റ് വേസ്. നമുക്ക് എന്താ പറഞ്ഞിട്ട് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് നമുക്ക് പല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ സെൻട്രൽ എക്കണോമിക്സ് പ്രോബ്ലംസ് ആർ ഫൗണ്ട് ഇൻ ഡിഫറെൻറ്റ് എക്കണോമിക് സിസ്റ്റംസ്. നമ്മൾ ഡിഫറെൻറ്റ് എക്കണോമിക് സിസ്റ്റത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, സെൻട്രൽ എക്കണോമിക് പ്രോബ്ലംസ് എന്ത് ചെയ്തു ഫൗണ്ട് ചെയ്തിട്ടുണ്ട്, കണ്ടുപിടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള നമ്മുടെ ഒരു എക്കണോമിക് സിസ്റ്റമാണ്. നമുക്ക് 3 എക്കണോമിക് സിസ്റ്റമാണുള്ളത്. സോഷ്യലിസ്റ്റ് എക്കണോമി, മാർക്കറ്റ് എക്കണോമി, മിക്സഡ് എക്കണോമി. അതൊക്കെയാ സോഷ്യലിസ്റ്റ് എക്കണോമി, മാർക്കറ്റ് എക്കണോമി, മിക്സ്ഡ് എക്കണോമി. അപ്പോൾ ഫസ്റ്റ് സെൻട്രലി പ്ലാൻഡ് എക്കണോമി അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് എക്കണോമി. ഫസ്റ്റ് സിസ്റ്റം ഏതാണ്, നമ്മുടെ എക്കണോമിക് സിസ്റ്റം ഏതാണ്, സോഷ്യലിസ്റ്റ് എക്കണോമി അല്ലെങ്കിൽ സെൻട്രലി പ്ലാൻഡ് എക്കണോമി. സെൻട്രലി പ്ലാൻഡ് എക്കണോമി. നമ്മുടെ ഫസ്റ്റ് എക്കണോമിക് സിസ്റ്റം ഏതാ, സെൻട്രലി പ്ലാൻഡ് എക്കണോമി അല്ലെങ്കിൽ എന്താ സോഷ്യലിസ്റ്റ് എക്കണോമി. ഇറ്റ് ഈസ് ആൻ എക്കണോമിക് സിസ്റ്റം where all means of production were under the ownership and control of the government. എന്താ പറഞ്ഞിരിക്കുന്നത്, ഈ സോഷ്യലിസ്റ്റ് എക്കണോമിയിൽ അല്ലെങ്കിൽ സെൻട്രലി പ്ലാൻഡ് എക്കണോമി ഇതിലാണ് പറഞ്ഞിരിക്കുന്നത് സോഷ്യലിസ്റ്റ് എക്കണോമി. സോഷ്യലിസ്റ്റ് എക്കണോമി അങ്ങനെ സോഷ്യലിസ്റ്റ് എക്കണോമി. ഈ സോഷ്യലിസ്റ്റ് എക്കണോമിയിൽ അല്ലെങ്കിൽ സെൻട്രലി പ്ലാൻഡ് എക്കണോമിയിൽ ആരായിരിക്കും കൺട്രോള്, ഓണർഷിപ്പും ഉണ്ടാകും ഗവൺമെന്റും. എന്തായിരിക്കും, പകുതി ഗവൺമെന്റിനും പകുതി എന്തായിരിക്കും, പകുതി ആർക്കായിരിക്കും ഓണർഷിപ്പ് ആർക്കായിരിക്കും, ഒരു പേഴ്സണുമായിരിക്കും. ഇറ്റ് ഈസ് ആൻ എക്കണോമിക് സിസ്റ്റം വെയർ ഓൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആർ അണ്ടർ ദ ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ ഓഫ് എന്താ ഗവൺമെന്റ്. അപ്പോൾ ഓണർഷിപ്പും കൺട്രോളും ആരുടെ കീഴിലായിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്, ഗവൺമെന്റിന്റെ കീഴിലായിരിക്കും. സെൻട്രലി പ്ലാൻഡ് എക്കണോമിയിൽ ആർക്കായിരിക്കും ഓണർഷിപ്പും കൺട്രോളും, ആർക്കായിരിക്കും ഗവൺമെന്റിനായിരിക്കും. പ്രൊഡക്ഷൻ സിസ്റ്റം കൺട്രോൾ ചെയ്യുന്ന ആരായിരിക്കും, ഗവൺമെന്റ് ആയിരിക്കും. ഓണർഷിപ്പും ആർക്കായിരിക്കും, ഗവൺമെന്റിനായിരിക്കും. In centrally planned economies or socialist economy, the planning authority or government decides the important issues like what to produce, how to produce, for whom to produce. എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു സെൻട്രലി പ്ലാൻഡ് എക്കണോമിയിൽ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് എക്കണോമിയിൽ ആരായിരിക്കും തീരുമാനങ്ങൾ എടുക്കുന്നത്, ഗവൺമെന്റ് ആയിരിക്കും. എന്താണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, ആർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അത് എത്രമാത്രം പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് ആരായിരിക്കും തീരുമാനമെടുക്കുന്നത്, ഗവൺമെന്റ് ആയിരിക്കും തീരുമാനമെടുക്കുന്നത്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഇൻ ദീസ് എക്കണോമീസ് മോസ്റ്റ് ഓഫ് ദ റിസോഴ്സസ് ആർ ഇൻ എന്താ പബ്ലിക് സെക്ടർ. ഈ എക്കണോമീസിൽ മോസ്റ്റ് ഓഫ് ദ റിസോഴ്സസും ആരുടെയായിരിക്കും, പബ്ലിക് സെക്ടറിലായിരിക്കും. Through the control of resources, government or planning authority decides what to produce and what not to produce. The government also does the distribution of goods and services. എന്താ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, പബ്ലിക് സെക്ടർ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, സാധനങ്ങളൊക്കെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്താ ഉൽപ്പാദിപ്പിക്കേണ്ടത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഗവൺമെന്റ് തീരുമാനിക്കുള്ളൂ. പക്ഷേ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഗവൺമെന്റ് തീരുമാനിക്കുന്നത്. ഗുഡ്സ് ആൻഡ് സർവീസസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഗവൺമെന്റ് ചെയ്യുന്നുള്ളൂ. എന്ത് ഉൽപ്പാദിപ്പിക്കണമെന്ന്, അത് എത്രമാത്രം ഉൽപ്പാദിപ്പിക്കണമെന്ന് ആരായിരിക്കും തീരുമാനിക്കുന്നത്, പബ്ലിക് സെക്ടർ ആയിരിക്കും. Through such a policy, the government ensures the welfare of the common people. ഗവൺമെന്റ് എന്തായിരിക്കും എയിം ചെയ്യുന്നത്, ജനങ്ങളുടെ ക്ഷേമമായിരിക്കും എന്ത് ചെയ്യുന്നത്, എയിം ചെയ്യുന്നത്. നമ്മുടെ റേഷൻ കടകൾ ഒക്കെ എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ സെൻട്രലി പ്ലാൻഡ് എക്കണോമിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, ഈ എക്കണോമിക് സിസ്റ്റത്തിൽ നമുക്ക് 3 എക്കണോമിക് സിസ്റ്റം ആണുള്ളത്. ഏതൊക്കെയാണ്, സെൻട്രലി പ്ലാൻഡ്, മാർക്കറ്റ് എക്കണോമി, മിക്സ്ഡ് എക്കണോമി. സെൻട്രലി പ്ലാൻഡ് എക്കണോമിയിൽ ഗവൺമെന്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നതും. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്, ഓണർഷിപ്പും ഗവൺമെന്റ് ആയിരിക്കും. പക്ഷേ വാട്ട് ടു പ്രൊഡ്യൂസ്, ഹോം ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്ന ഡിസിഷൻ എടുക്കുന്നത് ആരായിരിക്കും, ഈ ഇഷ്യൂസ് ഒക്കെ എന്ത് ചെയ്യുന്നു, ഡിസൈഡ് ചെയ്യുന്നതും എന്തായിരിക്കും, ഗവൺമെന്റ് ആയിരിക്കും. പക്ഷേ ഗുഡ്സ് ആൻഡ് സർവീസസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, എന്ത് ഉൽപ്പാദിപ്പിക്കണമെന്ന് തീരുമാനിക്കും. പക്ഷെ അത് എത്രമാത്രം ഉൽപ്പാദിപ്പിക്കണമെന്ന് എന്ത് ചെയ്യും, പബ്ലിക് സെക്ടറിലേക്ക് തീരുമാനമെടുക്കുന്നത്. അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതുമായിരിക്കും ഗവൺമെന്റ് ആയിരിക്കും. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്, ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി നിലകൊള്ളുന്നതാണ് എന്താ സോഷ്യലിസ്റ്റ് എക്കണോമി.